ശ്രീ ടി പി ശ്രീനിവാസൻ, ഒരുപക്ഷെ ആണവ കരാറുമായി ബന്ധപ്പെട്ട്, ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇറാൻ. ഇതിനിടെ ഇന്ന് ഒരു പ്രകോപനവും ഇല്ലാത്ത ഒരു ആക്രമണം, അത് ഏകപക്ഷീയമാണ്. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, ഗാസയെ നരകത്തിനും അപ്പുറമാക്കിയ ഇസ്രായേലിൻ്റെ മനസ്സ് അത് ഇറാനുമേൽ വന്നിരിക്കുന്നു. മധ്യേഷ്യയിൽ ആധിപത്യം നേടാൻ നടത്തുന്ന ഈ ശ്രമം, ഇന്ന് നടത്തിയ ഈ ആക്രമണം എങ്ങനെ ന്യായീകരിക്കാനാകും? താങ്കളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കാം ഇന്നത്തെ ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം? ഇത് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാവുന്നതല്ല ഒരു തരത്തിലും ഇതുപോലെയുള്ള ഒരു ആക്രമണം. പക്ഷെ ഇതിനൊരു വലിയ ഒരു കഥയുണ്ട്. വർഷങ്ങളോളം ഞാൻ വിയന്നയിൽ അറ്റോമിക് എനർജി കമ്മീഷനിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഉള്ളതാണ്. അപ്പോൾ അതിന്റെ ഈ ഒരു NPT സൈൻ ചെയ്ത ഒരു രാജ്യമാണ് ഇറാൻ. അപ്പൊ ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്തത് നമ്മളത് സൈൻ ചെയ്യാത്തത് കൊണ്ടാണ്. പക്ഷെ ഇറാൻ അത് സൈൻ ചെയ്തിട്ട്, NPT സൈൻ ചെയ്തിട്ട് സമാധാനപരമായ ആവശ്യത്തിനു വേണ്ടി ന്യൂക്ലിയർ പവർ ഉപയോഗിക്കുകയാണ് എന്നാണ് അവകാശപ്പെട്ടിരുന്നത്. പക്ഷെ അറ്റോമിക് എനർജി കമ്മീഷൻ, അറ്റോമിക് എനർജി ഏജൻസി വിയന്നയിലുള്ളവര് അവിടെ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ തവണ ഇൻസ്പെക്ഷൻ നടത്തുമ്പോഴും അവർക്ക് തോന്നുന്നത് എന്തൊക്കെയോ ആക്ടിവിറ്റീസ് അവിടെ ഇല്ലെജിറ്റിമേറ്റ് ഉണ്ട് എന്നായിരുന്നു. അപ്പോൾ അത് തുടർന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആദ്യമായിട്ടൊരു എഗ്രിമെന്റ് എത്തിയത്. ചില യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനുമായി ഒരു എഗ്രിമെന്റിൽ എത്തുകയും 15 വർഷത്തേക്ക് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയില്ല എന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ആ സമയത്താണ് ഡൊണാൾഡ് ട്രംപ് ആദ്യത്തെ ടേമിൽ പ്രസിഡന്റ് ആയത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് ഈ 15 ഇയേഴ്സ് എന്നാണ്? പെർമനന്റ് ആയിട്ട് അവർ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പോ അതിന് വിഡ്രോ ചെയ്യുന്ന അർത്ഥം ഇറാനെതിരായിട്ട് സാങ്ഷൻസ് ഉണ്ടാകും. അപ്പൊ സാങ്ഷൻസ് ശക്തമായതോടുകൂടി ഇറാൻ വീണ്ടും ഒരു കരാറിന് തയ്യാറായി. ഇത്തവണ അമേരിക്കയും ഇറാനും ഡയറക്റ്റ് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുകയായിരുന്നു ഒമാനിൽ വെച്ച്. അപ്പോൾ ആദ്യം നമുക്ക് കേട്ടിരുന്നത് ഒരു എഗ്രിമെന്റിലേക്ക് അവർ നീങ്ങുകയാണെന്നാണ്. ഈ സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. ആദ്യം അമേരിക്ക ഞങ്ങൾക്കിതിൽ കാര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ലെറ്റ് us do this first now, let us do it now when we can do it എന്ന് പറഞ്ഞ് അമേരിക്കയുടെ കമ്മിറ്റ്മെന്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ എങ്ങനെയെങ്കിലും ഈ നറ്റാൻസിലുള്ള എൻറിച്ച്മെന്റ് പ്ലാന്റ് തകർക്കണം എന്നായിരുന്നു ഇസ്രായേലിന്റെ ആഗ്രഹം. അത് അവർ നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയല്ല, അവരുടെ ജനറൽസിനെയും അതുപോലെ സയന്റിസ്റ്റിനെയും അവർ വധിച്ചിട്ടായിട്ടും കേൾക്കുന്നു. അപ്പൊ ഇനി എന്താണ് നടക്കുക എന്ന് നമുക്കറിയില്ല. കാരണം ഡയറക്റ്റ് ആയിട്ട് അമേരിക്ക ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. ഇസ്രായേൽ ഈ ബോംബിങ് കഴിഞ്ഞിട്ട് ഇനി ഇവർ എന്ത് ചെയ്യും, തിരിച്ചടിക്കുന്ന എന്തായിരിക്കും എന്ന് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആശങ്കയുണ്ട്, ഇതൊരു വലിയ യുദ്ധമായി മാറുമോ എന്ന് ലോകത്തിനെല്ലാം ആശങ്കയുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്.